ദൈവമുഖത്തേക്ക് നോക്ക്. ചിലരുടെ മുഖം പ്രകാശിക്കും. ഹൃദയത്തിന്റെ വേദന നിമിത്തം, ഹൃദയത്തിന്റെ ഭാരം നിമിത്തം മുഖത്ത് മങ്ങലേറ്റിട്ടുണ്ടെങ്കിൽ ഇന്നൊരു പകർത്താറ് ആ പരിശുദ്ധമോ പറയുന്നു, ദൈവമുഖത്തേക്ക് നോക്ക്. നിന്റെ മുഖം പ്രകാശിപ്പിക്കാൻ ആ ദൈവ സാന്നിധ്യത്തിന് കഴിയുമെന്ന്. ആത്മാവിനോട് പറയുന്നു, ഇതിനകത്തിരിക്കുമ്പോഴും ചിലരുടെ മുഖത്തിന് വാട്ടമുണ്ട്. ചിലരുടെ മുഖത്തിന് വാട്ടമുണ്ട്. ഉള്ളിലെ വേദനയാ, ഉള്ളിലെ ഭാരമാ, ഉള്ളിലെ പ്രയാസമാ. ചില മുഖത്തിന് വാട്ടമുണ്ട്. ഇന്ന് ആത്മാവ് പറയുന്നു, ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്ക്. ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്ക്. മനുഷ്യന്റെ മുഖത്തേക്ക് നോക്കിയാൽ നിന്റെ വാട്ടം കൂടത്തേ ഉള്ളൂ. പക്ഷെ ദൈവമുഖത്തേക്ക് നോക്കിയാൽ അതിനെ കവറുകയില്ല. ഒരു പ്രകാശം നിന്റെ മുഖത്തെ പ്രതികരിക്കുമെന്ന് പരിശുദ്ധാത്മാവ് ഇതുവരെ ഈ വചനത്തിലൂടെ വ്യക്തമാക്കുകയാണ്. ആത്മാവിനോട് പറയുന്നു, ചില മുഖങ്ങൾ പ്രകാശിക്കാം. ചില മുഖങ്ങൾ പ്രകാശിക്കും. എന്താ കാര്യം അറിയാമോ? ഹൃദയത്തിലെ ചില ഭാരപ്പെടുത്തുന്ന വിഷയത്തിനകത്ത് ദൈവത്തിന്റെ ഇടപെടൽ ഈ ദിവസങ്ങളിൽ ഉണ്ടാകും. പ്രയാസപ്പെടുത്തുന്ന, നിരാശപ്പെടുത്തുന്ന, ചിന്തിപ്പിക്കുന്ന ചില വിഷയത്തിനകത്ത് ഇന്നവരെ ദൈവത്തിന്റെ ഇടപെടൽ ഉണ്ടാവുക. ചിലരുടെ മുഖം പ്രകാശിക്കുമെന്ന്, ചിലരുടെ മുഖം പ്രകാശിക്കുമെന്ന്. അവരിലേക്ക് നോക്കിയ പ്രകാശിതരായി. പ്രകാശിക്കണമെങ്കിൽ നോക്കണം. രക്ഷിക്കപ്പെട്ടതാ, സ്നാനപ്പെട്ടതാ, അഭിഷേകമുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യം നോക്കേണ്ട സമയത്ത് നോക്കണം. പണ്ടൊക്കെ എന്നാ നോട്ടമായിരുന്നു. വേറെ ആരെയും നോക്കാൻ സമയമില്ലായിരുന്നു, അല്ലേ? കർത്താവിനെ മാത്രം. ആണോ? ഇപ്പൊ കർത്താവിനെ നോക്കാൻ സമയമില്ല. ഒന്നും കിട്ടുന്നില്ല. പണ്ട് നമുക്ക് കർത്താവിനെ നോക്കാൻ സമയമുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മുടെ കാര്യങ്ങൾ നോക്കേണ്ട കാര്യമില്ല, പുള്ളി നോക്കിക്കൊള്ളുവാൻ. മനസ്സിലായില്ല? പണ്ട് നമ്മൾ കർത്താവിന്റെ കാര്യം നോക്കിക്കൊണ്ടിരുന്നപ്പോ നമ്മുടെ കാര്യം അദ്ദേഹം നമ്മളൊന്നും അറിഞ്ഞില്ല. പക്ഷെ ഇപ്പൊ പലതും നമ്മൾ അറിയുന്നതിന്റെ കാരണം എന്താ അറിയാമോ? ആ നോട്ടം കുറഞ്ഞു. ഇന്ന് പകൽ നോക്കാൻ തയ്യാറായാൽ നിന്റെ വിഷയങ്ങൾ നീ അറിയാതെ നടക്കും. നിന്റെ പ്രശ്നമുണ്ടല്ലോ, നിന്റെ വിഷയമുണ്ടല്ലോ, നീ പോലും അറിയാതെ ചിലതൊക്കെ പരിഹരിക്കപ്പെടും. ഇതെങ്ങനെ സംഭവിച്ചു എന്ന് നീ ആശ്ചര്യപ്പെടത്തക്ക നിലയിൽ ചിലതൊക്കെ നീ പോലും അറിയാതെ അത് പരിഹരിക്കപ്പെട്ടു വരും.